ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അമൃത വൈശാഖ്. സുതാര്യവും കാര്യക്ഷമവുമായ ഭരണ സംവിധാനങ്ങളിലൂടെ രാജ്യത്തെ ദാരിദ്ര്യമുക്തമാക്കുന്നതിന് കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഴിഞ്ഞ 9 വർഷത്തിനിടെ 25 കോടി ജനങ്ങൾ ദാരിദ്ര്യത്തിൽ നിന്നും മോചനം നേടിയതായും വികസിത് ഭാരത് സങ്കല്പ യാത്ര ഗുണഭോക്താക്കളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു. എല്ലാ ജനങ്ങൾക്കും ആരോഗ്യവും സുരക്ഷയും പോഷണവും കേന്ദ്ര സർക്കാർ ഉറപ്പുവരുത്തിയതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. തേനീച്ച കടന്നലാക്രമണം മൂലം വനത്തിനകത്ത് സംഭവിക്കുന്ന ജീവഹാനിക്ക് 10 ലക്ഷം രൂപയും വനത്തിനു പുറത്ത് സംഭവിക്കുന്ന ജീവഹാനിക്ക് 2 ലക്ഷം രൂപയും നഷ്ടപരിഹാരമായി അനുവദിക്കാവുന്നതാണെന്ന് സംസ്ഥാന സർക്കാർ. ഇത് സംബന്ധിച്ച ഭേദഗതി ഉത്തരവിന് 2022 ഒക്ടോബർ 25 മുതലുള്ള മുൻകാല പ്രാബല്യത്തോടെ മന്ത്രിസഭ അംഗീകാരം നൽകി. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് കേസുകളുടെ വിചാരണയ്ക്ക് കൊല്ലത്ത് പ്രത്യേക കോടതി അനുവദിക്കാനും ഇന്നു ചേർന്ന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ഒറ്റത്തവണ ശിക്ഷ ഇളവ് സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങളുടെ കരടും മന്ത്രിസഭ അംഗീകരിച്ചു. തിരുവനന്തപുരം കണിയാപുരം ജംഗ്ഷനിൽ 7 സ്പാനുകളുള്ള എലിവേറ്റഡ് കോറിഡോർ നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രി GR അനിലും കടകംപള്ളി സുരേന്ദ്രൻ MLAയും ഫെബ്രുവരി 7-ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയെ സന്ദർശിക്കും. കണിയാപുരം ജംഗ്ഷനിൽ നിർദ്ദിഷ്ട 45 മീറ്ററിൽ നിർമ്മിക്കുന്ന ദേശീയപാതയുടെ മധ്യത്ത് 30 മീറ്റർ വീതിയിൽ ഇരുവശവും കോൺക്രീറ്റ് മതിലുകൾ ഉയർത്തി അതിനു മുകളിലാണ് പുതിയ പാത നിർമ്മിക്കുന്നത്. ഇത് പ്രദേശത്തെ പ്രതികൂലമായി ബാധിച്ചേക്കാമെന്ന വിലയിരുത്തലിലാണ് സന്ദർശനം. വികസിത് ഭാരത് സങ്കല്പ് യാത്ര ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുള്ള അവസരമാണെന്ന് കേന്ദ്ര സഹമന്ത്രി V. മുരളീധരൻ. തിരുവനന്തപുരം തിരുവല്ലത്ത് യാത്രയുടെ ഭാഗമായി നടന്ന പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 2047 ആകുമ്പോൾ ഇന്ത്യ എല്ലാവരും സുഖസമൃദ്ധിയിൽ ജീവിക്കുന്ന വികസിത രാജ്യമായി മാറണമെന്നും അതിനായി കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പദ്ധതികളിൽ എല്ലാവർക്കും പങ്കുചേരാനുള്ള അവസരമാണ് വികസിത് ഭാരത് സങ്കല്പ യാത്രയിലൂടെ ലഭ്യമാകുന്നതെന്നും മന്ത്രി പറഞ്ഞു. വിവേചനങ്ങളില്ലാതെ എല്ലാവർക്കും വികസനം എന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷ്യമിടുന്നതെന്ന് മുൻ കേന്ദ്രമന്ത്രിയും പാർലമെന്റ് അംഗവുമായ പ്രകാശ് ജാവ്ദേക്കർ. വികസിത് ഭാരത് സങ്കല്പ യാത്രയുടെ ഭാഗമായി കോഴിക്കോട് പുതിയാപ്പയിലും ഈസ്റ്റ് ഹില്ലിലും നടന്ന പൊതുസമ്മേളനങ്ങൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വികസിത് ഭാരത് സങ്കല്പ യാത്ര ഇന്ന് ഇടുക്കി ജില്ലയിലെ കുമിളിയിലെത്തി. വിവിധ കേന്ദ്ര പദ്ധതികളുടെ ഗുണഭോക്താക്കൾ ഉൾപ്പെടെ സമൂഹത്തിലെ വിവിധ തുറകളിൽപ്പെട്ട ജനങ്ങളുടെ സാന്നിധ്യം കൊണ്ട് പരിപാടി ശ്രദ്ധേയമായി. കോട്ടയം ജില്ലയിലെ നഗരമേഖലയിലെ പര്യടനം ഇന്ന് ചിങ്ങവനത്തും നാട്ടകത്തുമാണ് നടന്നത്. ആലപ്പുഴ ജില്ലയിലെ കാളാത്തും നെടുമുടി ഗ്രാമപഞ്ചായത്തിലും ഇന്ന് പര്യടനം നടന്നു. മലപ്പുറത്ത് കോട്ടയ്ക്കൽ നഗരസഭയിലാണ് യാത്ര ഇന്ന് എത്തിച്ചേർന്നത്. എറണാകുളം മഹാരാജാസ് കോളേജിൽ ഒരു വിദ്യാർത്ഥിക്ക് കുത്തേറ്റതുൾപ്പെടെ വിദ്യാർത്ഥികൾക്കും ഒരു അധ്യാപകനും നേർക്കുണ്ടായ അക്രമ സംഭവങ്ങളെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് വളരെ ഗൌരവത്തോടെയാണ് കാണുന്നതെന്ന് മന്ത്രി R. ബിന്ദു. ഭാവിയിൽ കോളേജിൽ ഇത്തരം സംഘർഷ സാഹചര്യം ഉരുത്തിരിയാൻ ഇടവരുന്നത് ഒഴിവാക്കാൻ കോളേജ് അധികൃതർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തിങ്കളാഴ്ച രക്ഷാകർതൃ സമിതി യോഗവും ബുധനാഴ്ച വിദ്യാർത്ഥി സർവകക്ഷി യോഗവും ചേർന്ന ശേഷം എത്രയും പെട്ടെന്ന് കോളേജ് തുറന്നു പ്രവർത്തിക്കും. ക്ലാസുകൾ നഷ്ടപ്പെടാതിരിക്കാൻ ഈ ദിവസങ്ങളിൽ ഓൺലൈൻ ക്ലാസുകൾ തുടരാൻ ക്രമീകരണം ഒരുക്കിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. ഹോസ്റ്റലുകളിൽ സുരക്ഷിത ഭക്ഷണം ഉറപ്പുവരുത്തുന്നതിനായി ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി പരിശോധനകൾ നടത്തിയതായി മന്ത്രി വീണ ജോർജ്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി സർക്കാർ ഉടമസ്ഥതയിലും സ്വകാര്യ മേഖലയിലുമായി പ്രവർത്തിക്കുന്ന 602 സ്ഥാപനങ്ങളാണ് പരിശോധിച്ചത്. മാനദണ്ഡങ്ങൾ പാലിക്കാതെ പ്രവർത്തിച്ച 4 സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ നിർത്തിവെപ്പിച്ചു. KSRTC ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കും മതിയായ സൌകര്യങ്ങൾ നൽകാൻ തയ്യാറായാൽ മാത്രമേ ഇനി മുതൽ സ്റ്റേ ബസ്സുകൾ അനുവദിക്കൂ എന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. തിരുവനന്തപുരത്ത് സ്വിഫ്റ്റ് ആസ്ഥാനത്ത് ആനവണ്ടി.com ന്യൂസ് ലെറ്ററിന്റെ പ്രകാശന കർമ്മവും പുതിയ യൂണിഫോമിന്റെ വിതരണ ഉദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഗുജറാത്തിൽ വഡോദരയിലെ ഹാർണി തടാകത്തിൽ ബോട്ട് മറിഞ്ഞ് 6 വിദ്യാർത്ഥികൾ മരിച്ചതായി റിപ്പോർട്ട്. ഇതുവരെ 10 പേരെ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി മന്ത്രി ഋഷികേശ് പട്ടേൽ മാധ്യമങ്ങളോട് പറഞ്ഞു. NDRFും അഗ്നിശമന സേനയും രക്ഷാപ്രവർത്തനം നടത്തുന്നു. സ്വകാര്യ സ്കൂളിലെ 23 വിദ്യാർത്ഥികളും 4 അധ്യാപകരുമടക്കം 27 പേർ സംഘത്തിലുണ്ടായിരുന്നു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.